നമസ്കാരം, വെട്ടം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തുടർക്കഥയാകുന്ന കപ്പലപകടത്തിൽ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും മീൻ വാങ്ങുന്നവരും ആശങ്കയിൽ. ബേപ്പൂരിനടുത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ കപ്പൽ പൊട്ടിത്തെറിയിൽ മാരക വിഷമുള്ള കീടനാശിനികൾ കടലിൽ കലർന്നത് ആശങ്കയുണർത്തി. ചരക്ക് കപ്പലിൽ തീയും പൊട്ടിത്തെറിയും നടന്നതോടെ തീരദേശം വീണ്ടും നടുക്കത്തിൽ. 2 ആഴ്ച മുൻപാണ് ചരക്ക് കപ്പൽ മുങ്ങി കണ്ടെയ്നറുകളിൽ നിന്ന് രാസപദാർത്ഥങ്ങൾ കടലിൽ വ്യാപിച്ചത് മേഖലയിൽ ആശങ്ക പടർത്തിയിരുന്നു. നിലവിൽ ബേപ്പൂരിനടുത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ കപ്പൽ പൊട്ടിത്തെറിയിൽ മാരകവിഷമുള്ള കീടനാശിനികൾ കടലിൽ കലർന്നതാണ് കാരണം. കപ്പലിലുള്ള കീടനാശിനികൾ മിക്കതും ഓർഗനൈസിംഗ് കെമിക്കലുകളാണെന്ന് തിരൂരങ്ങാടി PSMO കോളേജ് റിട്ടയർഡ് രസതന്ത്ര വിഭാഗം മേധാവി ഡോക്ടർ CP മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഇവ കടലിലെ പരിസ്ഥിതി വ്യൂഹത്തെ ബാധിക്കുമെന്നും കീടനാശിനികൾ വിഘടിക്കാതെ ഏറെക്കാലം കടൽ വെള്ളത്തിൽ കെട്ടിക്കിടക്കുകയും രാസപദാർത്ഥങ്ങളടങ്ങിയ മത്സ്യം കഴിച്ചാൽ മനുഷ്യ ശരീരത്തിൽ പ്രത്യാഘാതം രൂക്ഷമാകുമെന്നും കീടനാശിനികൾ വിഘടിക്കാൻ കാലതാമസമെടുക്കും, ഇത് മനുഷ്യ ശരീരത്തിലെ രക്തം, തലച്ചോറ് എന്നിവയെയും ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വെട്ടന്യൂസ് താനൂർ. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ.